ഇപ്പൊ സർക്കാർ ഇപ്പൊ ജനകീയ സർക്കാർ എന്നും പറഞ്ഞ ഒരു പേരുണ്ടാക്കി വെക്കുന്നുണ്ടല്ലോ. എന്ത് ജനകീയതയാ? ഒരു ജനകീയതയില്ല. അപ്പം ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ അങ്ങ് മാറും. ഇപ്പൊ ശബരിമലയിൽ ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോയതിനെ കുറിച്ച് പറയാം. ഇപ്പൊ അവിടെ പോയി 1000 രൂപ ടിക്കറ്റ് എടുത്തിട്ടാണ് അദ്ദേഹം ശബരിമല നമ്മളെന്താ പറയുക, ഗുരുവായൂർ അമ്പലത്തിൽ ദർശനം നടത്തിയെന്നൊക്കെ പറയുന്നു. അവിടെ ഗവൺമെന്റ്മാരെ ഒഴിവാക്കി, എല്ലാവരും ഒഴിവാക്കി, ഭയങ്കര സംഭവമായിരുന്നു. അവിടെ എന്താ കാണിച്ചത്? പ്രഹസനമാണ്. സത്യം പറഞ്ഞ പ്രഹസനം, പച്ചയ്ക്ക് പറഞ്ഞ പ്രഹസനം. എന്തിനു വേണ്ടിയിട്ടാണ്? ജനങ്ങളുടെ മുന്നിൽ ഞാൻ എന്തോ ജനകീയനാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നെട്ടോട്ടമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? നമുക്ക് അത്ര ബ്ലൈൻഡായിട്ട് ഒന്നും കാണാൻ പറ്റില്ലെന്നേ. ഈ പറയുന്ന BD സതീശൻ ഈ കാണിക്കുന്നതിനെല്ലാം നമുക്ക് നിഷ്കളങ്കമാണ്, അല്ലെങ്കിൽ ഒരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലുമല്ല. ഇതൊക്കെ വളരെ കൃത്യമായി മുറയൊപ്പിച്ചുള്ള പഠനങ്ങളുടെ ഭാഗമായിട്ട് തന്നെ നടത്തിക്കൂട്ടുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അല്ല വേറൊന്നുമല്ല. അതായത് തുടർഭരണം ഉണ്ടാവണം UDFന്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ VD സതീശൻ കാണിച്ചു കൂട്ടുന്ന ഗിമിക്സ് ആണ് നമ്മൾ ഈ കാണുന്ന പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ദർശനവും ഈ പറയുന്ന അവിടുത്തെ ഗൺമാന്മാരെ ഒഴിവാക്കലും എല്ലാം. അല്ല, ഇതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല. ഇതങ്ങോട്ട് കഴിയട്ടെ, ഒരു 6 മാസം കൊണ്ട് കഴിയട്ടെ. ജനകീയ എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് വരട്ടെ. ഓണം വരട്ടെ. ഓണം കഴിയുമ്പോഴത്തേക്ക് തനിക്കോണം പുറത്തേക്ക് ഇറക്കും. പുറത്തേക്ക് ഇറങ്ങി കഴിയുമ്പോൾ തന്നെയല്ല, അത് കഴിയുമ്പോഴേക്ക് ഈ പറയുന്ന വകുപ്പ് ഇപ്പൊ തന്നെ പല വകുപ്പിലും ഈ പറയുന്ന അസ്വാരസ്യങ്ങളുണ്ട്. റവന്യൂ മന്ത്രി അറിയാതെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റിംഗ് നടത്തുക. AP അനിൽകുമാറാണ് റവന്യൂ മിനിസ്റ്റർ. റവന്യൂ മിനിസ്റ്റർ അറിയാതെ കളക്ടർമാരുടെ നിയമനം നടത്താൻ എന്ത് അധികാരമാണ് VD സതീശനുള്ളത്? എന്തിനാ പിന്നെ റവന്യൂ മിനിസ്റ്റർ നമ്മുടെ ഒരു പോസ്റ്റ് കൊടുത്തോട്ട് എത്തിയിരിക്കുന്നത്? അപ്പൊ കളക്ടർമാരുടെ നിയമനം നടത്തി അവിടെ കൊണ്ടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വകുപ്പ് മന്ത്രി അറിഞ്ഞിരിക്കണം. ഏത് വകുപ്പുമായി ബന്ധപ്പെട്ട് ഏതൊരു നിയമനം നടന്നാലും, ആഭ്യന്തര വകുപ്പുമായിട്ടാണ് ബന്ധപ്പെട്ട നിയമനം നടക്കുകയാണെങ്കിൽ ഉറപ്പായും ഈ പറയുന്ന ഇദ്ദേഹം അറിഞ്ഞിരിക്കണം. പിന്നെ രമേശ് ചെന്നിത്തല അറിഞ്ഞിരിക്കണം. അപ്പൊ ഇതൊന്നും അറിയാതെ സ്വന്തം ഇഷ്ടത്തിന് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. ഇപ്പൊ